കൂടരഞ്ഞിയിൽ പന്നികൾ കൂട്ടത്തോടെ ചത്തുവീഴുന്നത് ജനങ്ങളിൽ ഭീതി പരത്തുന്നു. ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽപ്പെട്ട നായാടമ്പയിൽ പ്രവർത്തിക്കുന്ന പന്നി ഫാമിലാണ് ഒരു മാസത്തിനിടെ 100-ലധികം പന്നികൾ അജ്ഞാത രോഗം ബാധിച്ച് ചത്തത്. സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഒത്തുകളി നടത്തുന്നതായി ആരോപിച്ച് LDF ജനപ്രതിനിധികൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽപ്പെട്ട പുന്നക്കൊമ്പിൽ ജിബിൻ്റെ ഫാമിലാണ് കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ 100-ലധികം പന്നികൾ രോഗം ബാധിച്ച് ചത്തൊടുങ്ങിയത്. ലൈസൻസ് ഇല്ലാതെ തികച്ചും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ ഫാം പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാരും വാർഡ് മെമ്പർമാരും ആരോപിക്കുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് പറമ്പിൽ തള്ളുന്നത് കാരണം പ്രദേശം കടുത്ത മാലിന്യക്കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. ഈ മലിനജലം സമീപത്തെ മഞ്ഞക്കടവ് പുഴയിലേക്കാണ് ഒഴുക്കിവിടുന്നത്. നിരവധി കുടിവെള്ള പദ്ധതികളുള്ള പുഴയിലേക്ക് മാരക രോഗാണുക്കൾ പടരാൻ ഇത് കാരണമാവുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് മഞ്ഞക്കടവില് നിലവിലെ 6 ഫാമുകളാണ്, പന്നി ഫാമുകളാണ് നിലവിലുള്ളത്. ഏകദേശം 2 ആഴ്ചയ്ക്ക് മുമ്പ് അതിലെ ഒരു ഫാമിലെ അതിന് സമീപത്തുള്ള ഫാമുകളിലും പന്നികൾ എന്തോ അസുഖം വന്ന് ചാകുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ നേതൃത്വത്തിൽപ്പെട്ട വൈസ് പ്രസിഡന്റും HI അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. എന്നാൽ അന്നത്തെ വിവരമനുസരിച്ച് ജിബി പുന്നക്കൊമ്പിൽ എന്ന് പറയുന്ന ആളുടെ ഫാമില് അവർ തന്നെ, ഫാം ഉടമസ്ഥൻ തന്നെ തലേ ദിവസം 14 പന്നികൾ ചത്തിരുന്നുവെന്ന് പറഞ്ഞു. തൊട്ടടുത്തുള്ള അഗസ്റ്റിൻ വള്ളിയിൽ എന്ന ആളുടെ ഫാമിൽ ഒരു പന്നി ചത്ത എന്നുള്ള വിവരം അവരുടെ അടുത്ത് പറഞ്ഞു. എന്തായാലും അവരതെല്ലാം കണ്ട് മനസ്സിലാക്കി തിരിച്ചു പോന്നിട്ട് ജില്ലാ തലത്തിൽ ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അഗസ്റ്റിൻ വള്ളിയിൽ ഒരു പന്നി ചത്തു എന്ന് പറയുന്ന ഫാമിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ വന്നു. എന്നാൽ കൂടുതൽ പന്നി ചത്ത ഫാമിൽ അവർ പരിശോധന നടത്തിയില്ല. ഉദ്യോഗസ്ഥർ വന്ന് സ്രവം സ്വീകരിക്കുകയോ ബ്ലഡ് എടുക്കുകയോ ഒന്നും ചെയ്തില്ല. എന്തായാലും ബ്ലഡ് സ്വീകരിച്ച ഫാം ഉടമസ്ഥന് അഗസ്റ്റിൻ വള്ളിയിലിന് ഏകദേശം 3 ദിവസം മുമ്പേ അവരുടെ ഫാമിന് പ്രശ്നമില്ല, നെഗറ്റീവാണ് എന്ന് നിങ്ങൾക്ക് തുടർന്നും പ്രയാസമില്ലാതെ ഫാം നടത്താമെന്ന് വിവരം കൊടുത്തു. എന്നാൽ തൊട്ടടുത്തുള്ള ജിബി പുന്നക്കൊമ്പിൽ എന്ന് പറയുന്ന ആളുടെ ഫാമില് ഇപ്പോഴും പന്നി ചാകുന്നുണ്ട് എന്നുള്ള വിവരം അറിയാൻ സാധിച്ചു. രോഗം ബാധിച്ച പന്നികളെ രാത്രിയുടെ മറവിൽ അങ്കമാലി, ചാലക്കുടി, എറണാകുളം, മൂവാറ്റുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കടത്തുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. ഇത് വലിയ തോതിലുള്ള മനുഷ്യജീവന് തന്നെ ഭീഷണിയാണെന്നും ഇവർ പറയുന്നു. പരിശോധനയ്ക്കെത്തിയ ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഭരണസമിതിക്ക് മുമ്പിൽ ഒത്തുകളിക്കുകയാണെന്നും എടുത്ത സാമ്പിളുകൾ പോലും ഇതുവരെ പരിശോധനയ്ക്ക് അയച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. 15 ദിവസം മുമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഹെൽത്ത് ഇൻസ്പെക്ടറും സ്ഥലം സന്ദർശിച്ചിട്ടും നോട്ടീസ് നൽകാനോ ആവശ്യമായ ക്രമീകരണം വരുത്താനോ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട്. നടപടിയെടുക്കേണ്ട കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തും വെറ്ററിനറി സർജനും പരസ്പരം പഴിചാരി ഒഴിഞ്ഞു മാറുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഫാം അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും 1.5 വർഷമായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കൂടരഞ്ഞിയിലെ 98% കർഷകരും നിയമം പാലിച്ച് ഫാം നടത്തുമ്പോൾ ഇത്തരം ചിലരുടെ നിയമലംഘനം കാരണം മറ്റ് കർഷകരുടെ ഉപജീവനം കൂടി പ്രതിസന്ധിയിലാവുകയാണെന്നും ആക്ഷേപമുണ്ട്. 15 വാർഡുകളിലായി ഏകദേശം 100-ലധികം പന്നി ഫാമുകൾ നിലവിലുണ്ട്. മാതൃകാപരമായി പരിപാലിച്ചുകൊണ്ട്, സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, ആരോഗ്യവകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും വ്യക്തമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഫാമുകളാണ് ഭൂരിഭാഗം. എന്നിരുന്നാൽ ഇത്തരം ഫാമുകളെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചില തൽപര കക്ഷികൾ അവരുടെ ഫാമുകൾ വൃത്തിഹീനമായി ഈ ജില്ലയിലെ മുഴുവൻ മാലിന്യവും എല്ലാ ഹോട്ടലുകളിൽ നിന്നും, ആശുപത്രികളിൽ നിന്നും, വലിയ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ വലിച്ചുകൊണ്ടുവന്ന് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞുകൊണ്ട് മഴക്കാലത്ത് ഇത് പൂർണ്ണമായും കൂടരഞ്ഞി പഞ്ചായത്തിലെ മുഴുവൻ പുഴകളിലൂടെയും ഒലിച്ച് മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിമാർക്ക് പരാതി നൽകാൻ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ ബഹുജന സമരങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. പഞ്ചായത്ത് അംഗങ്ങളായ ആദർശ് ജോസഫ്, തോമസ് മാത്യു, റോയ് ആക്കേൽ, രത്ന രാജേഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.